പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തു പറയുന്നു, ഞാൻ ജീവനുള്ള അപ്പമാണ്. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിനു ശേഷം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു വാചകമാണത്. എന്നാൽ നമ്മൾ കാണുന്നു, യേശുവിൽ അവിശ്വസിക്കുന്ന, തൃപ്തി വരാത്ത, അതുകൊണ്ട് തന്നെ കൂടുതൽ അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പറ്റം മനുഷ്യർ. യേശു മാത്രമല്ല, മോശയും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെന്ന് ഒന്നാമത്തെ വായന നമ്മോട് പറയുന്നുണ്ട്. കൂടുതൽ തേടുന്നത് അതൊരു പ്രശ്നമാണ്. അത് മനുഷ്യരാശിയുടെ തുടക്കം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. പറുദീസായിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ തുടങ്ങി എല്ലാ കാലങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ഇത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീബുദ്ധൻ ഒരിക്കൽ പറയുന്നത്, എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് പറയുമ്പോൾ പരിധികളില്ലാത്ത ആഗ്രഹങ്ങളെ പറ്റിയാണ് ശ്രീബുദ്ധൻ സൂചിപ്പിക്കുന്നത്. ഈ കൂടുതൽ എന്നുള്ളതിന് ഒരിക്കലും ഒരു അവസാനം നമ്മൾ കാണുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു അവസാനവുമില്ല. അതാണ് ശരി. ഇതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനോട് അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത് എപ്പോഴും തരിക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതുപോലെ തന്നെയുള്ള ഒരു വാചകം നമ്മൾ അല്പം മുമ്പ് കാണുന്നുണ്ട്. യേശു സമരിയാക്കാരി സ്ത്രീയോട് ആ കിണറ്റിൻകരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ യേശുവിനോട് അവൾ പറയുന്നു, നീ പറഞ്ഞ എന്നേക്കുമായിട്ടുള്ള ദാഹം ശമിപ്പിക്കുന്ന ആ ജലം എനിക്ക് തരിക, പിന്നെ വെള്ളം കോരാൻ വരണ്ടല്ലോ. അവളോട് യേശു പറയുന്ന മറുപടി, യേശുവിൽ നിന്നും കുടിക്കുക. യേശു തന്നെയാണ് ദാഹം അടക്കാനുള്ള ഏറ്റവും വലിയ വഴി. വിശപ്പായാലും ദാഹമായാലും അതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. എന്നാൽ യേശു സംസാരിക്കുന്നത് മറ്റൊരു തലത്തിൽ നിന്ന്. മനുഷ്യരുടെ ആത്മീയ വിശപ്പും ദാഹവും ശമിപ്പിക്കുവാനായിട്ടുള്ള ഒരു ദൈവം ഉണ്ട്. അവൻ എന്തും നൽകുവാനായിട്ട് തയ്യാറുള്ളവനാണ്. പക്ഷേ യേശുവിൻ്റെ വാക്കുകളെ ഈ മനുഷ്യർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമേ അവരത് മനസ്സിലാക്കുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളും ഇപ്രകാരമുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുടെ പരിധി എവിടെയാണ്? അല്ലെങ്കിൽ ഈ കൂടുതൽ നേടുവാനായിട്ടുള്ള എൻ്റെ ആ വ്യഗ്രതയിൽ ഞാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പരിധി വിട്ട് പോകാറുണ്ടോ? എനിക്ക് അർഹമായിട്ടുള്ളതാണോ ഞാൻ നേടിയിരിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിലും സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയത്തിലും നയതന്ത്രങ്ങളിലും തുടങ്ങി മറ്റ് പല രംഗങ്ങളിലും നമ്മൾ ഇപ്രകാരമുള്ള മറ്റുള്ളവരുടെ വികാരങ്ങളെ, അവരുടെ വിശ്വാസത്തെ ഒക്കെ വേദനിപ്പിക്കുന്ന, പരിധികൾ വിട്ട് പെരുമാറുന്ന ചില കാഴ്ചകൾ കാണുന്നുണ്ട്. വിമർശിക്കുവാനും ശ്രദ്ധ നേടുവാനുമായിട്ടുള്ള ഈ കൂടുതൽ നേടുവാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇവയൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള പരിധികളില്ലാത്ത ആഗ്രഹങ്ങൾ, പരിധികളില്ലാത്ത പ്രവൃത്തികൾ അത് അത്ര നല്ലതല്ല. കാരണം അത് നമ്മുടെ ലോകത്തെ, നമ്മുടെ ചുറ്റുപാടിനെ അശാന്തിയിലേക്ക് തള്ളിവിടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എനിക്ക് എന്താണ് ആവശ്യമുള്ളത്? അല്ലെങ്കിൽ എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണോ? എൻ്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് അശാന്തിയായിട്ട് മാറാറുണ്ടോ? യേശു ഇന്ന് നമ്മോട് പറയും, നിങ്ങൾക്ക് കൂടുതൽ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണത നൽകുന്ന ദൈവിക സാന്നിധ്യമാണ് ആവശ്യം. അതുകൊണ്ട് യേശു പറയും, ഞാൻ ജീവൻ നൽകുന്ന ജീവനുള്ള അപ്പമാണ്. അതെ, ഈ ജീവനുള്ള ദൈവത്തിന് നമുക്ക് ശാന്തിയും പൂർണ്ണതയും നൽകുവാനായിട്ട് സാധിക്കും.
അവനെ തേടുന്നവരാകാം. അവനിൽ നമ്മുടെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.